റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നിവ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ടെമ്പറേച്ചറിൻ്റെ പങ്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്തരത്തിൽ ടെമ്പറേച്ചർ കൂടാതെ ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു കമ്പോണൻ്റാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റിൻ്റെ പങ്ക്? അതിനു വേണ്ടിയിട്ട് കാറ്റലിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് കാറ്റലിസ്റ്റ്? എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് which increases the rate of a reaction without itself undergoing any permanent chemical change. സ്വയം ഒരു കെമിക്കൽ ചേഞ്ചും ഉണ്ടാകാതെ, പെർമനൻ്റ് ആയിട്ട് ഒരു കെമിക്കൽ ചേഞ്ചും ഉണ്ടാകാതെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ്സെൽഫ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്. സ്വയം ഒരു മാറ്റത്തിന് വിധേയമാകാതെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് സാധാരണയായിട്ട് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് ഒന്ന് ശ്രദ്ധിക്കാം. പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ഡീകമ്പോസിഷൻ വളരെ സ്പീഡായിട്ട് നടക്കണമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റാണ് മാംഗനീസ് ഡയോക്സൈഡ് അല്ലെങ്കിൽ MnO2. MnO2 അല്ലെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ KClO3 അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈറ്റിന് ഡീകമ്പോസിഷൻ സംഭവിച്ചുകൊണ്ട് പൊട്ടാസ്യം ക്ലോറൈഡും ഓക്സിജനുമായിട്ട് മാറുന്നു. ഇത്തരത്തിൽ മിക്ക കെമിക്കൽ റിയാക്ഷനുകളിലും ഇത്തരമൊരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ഉള്ള ഒരു സബ്സ്റ്റൻസാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില കെമിക്കൽ റിയാക്ഷനുകളിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രാ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് കൊണ്ട് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ വളരെ സ്പീഡായിട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് ചിലപ്പോഴെല്ലാം ഒരു എക്സ്ട്രാ സബ്സ്റ്റൻസസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ എക്സ്ട്രാ സബ്സ്റ്റൻസസിനെ നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. അതും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇൻ സം കേസസ് ദ ആഡഡ് സബ്സ്റ്റൻസസ് റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇൻ സച്ച് കേസസ് ദാറ്റ് സബ്സ്റ്റൻസസ് ആർ കോൾഡ് ഇൻഹിബിറ്റേഴ്സ്. ചില കെമിക്കൽ റിയാക്ഷനുകളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെ കാറ്റലിസ്റ്റ് എന്നും കെമിക്കൽ റിയാക്ഷനുകളുടെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് കുറയുന്നതിന് കാരണമാകുന്ന സബ്സ്റ്റൻസസിനെ ഇൻഹിബിറ്റേഴ്സ് എന്നും വിളിക്കുന്നു. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് മനസ്സിലാക്കുന്നതിനായി നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. അതിനായിട്ട് റിയാക്റ്റൻ്റായിട്ട് എയും ബിയുമാണ് കൺസിഡർ ചെയ്യുന്നത്. ദ റിയാക്റ്റൻസ് എ ആൻഡ് ബി അണ്ടർഗോ റിയാക്ഷൻ ആൻഡ് ഫോം ദ പ്രൊഡക്റ്റ് AB. എയും ബിയും റിയാക്റ്റ് ചെയ്തുകൊണ്ട് AB എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ ഇതെങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുക എന്ന് നോക്കാം. നോക്കൂ, AB എന്ന് പറയുന്ന റിയാക്റ്റൻസ് തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു AB ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ദെൻ ആ ഇൻ്റർമീഡിയറ്റ് കുറച്ച് നേരത്തിന് ശേഷം അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അവ പ്രൊഡക്റ്റായിട്ട് മാറി AB എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. എന്നാൽ ഈ റിയാക്ഷൻ തന്നെ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുക എന്ന് നോക്കൂ. ഇവിടെ AB എന്നുള്ളത് 2 റിയാക്റ്റൻറ്റുകളും C എന്നുള്ളത് ഒരു കാറ്റലിസ്റ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുക? AB എന്ന 2 റിയാക്റ്റൻറ്റുകളും C എന്ന് പറയുന്ന കാറ്റലിസ്റ്റും തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ABC ഫോം ചെയ്യുന്നു. ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റിന് ഡീകമ്പോസിഷൻ സംഭവിച്ചുകൊണ്ട് AB എന്ന് പറയുന്ന പ്രൊഡക്റ്റും അതോടൊപ്പം തന്നെ കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു.
ഇവിടെ എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റും അതോടൊപ്പം തന്നെ കാറ്റലിസ്റ്റും ഫോം ചെയ്യുന്നു. ഇവിടെ കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാനായിട്ട് സാധിക്കും കാറ്റലിസ്റ്റിന് യാതൊരു രീതിയിലുള്ള കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷന് കാറ്റലിസ്റ്റിൻ്റെ അളവ് വളരെ കുറവ് മാത്രമേ ആവശ്യമുള്ളൂ. എന്തുകൊണ്ടാണത്? ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്ത് പ്രൊഡക്റ്റും അതോടൊപ്പം തന്നെ കാറ്റലിസ്റ്റുമായിട്ട് മാറുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന കാറ്റലിസ്റ്റിനെ നമുക്ക് വീണ്ടും ഈ കെമിക്കൽ റിയാക്ഷനുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കെമിക്കൽ റിയാക്ഷൻ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് ഇല്ലാതെയും എന്നാൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസോടുകൂടിയും നടക്കുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് സാധാരണയായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുക? എന്താണ് ഇത്തരം മാറ്റങ്ങൾക്ക് കാരണം എന്നെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിനായിട്ട് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ റിയാക്ടൻ മോളിക്യൂൾസ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ആക്ടിവേഷൻ എനർജിയിലെത്തിയതിന് ശേഷം അവ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുകയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഡീകമ്പോസ് ചെയ്ത് പ്രൊഡക്റ്റായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രാഫ് നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നാൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു റിയാക്ഷൻ കോർഡിനേറ്റും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ ഗ്രാഫിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നതെന്ന് നോക്കൂ. റിയാക്റ്റൻസിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇവ ഒരു കാറ്റലിസ്റ്റ് ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ റിയാക്റ്റൻറ്റുകൾ ഒരു ആക്ടിവേഷൻ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് മാക്സിമം ആക്ടിവേഷൻ എനർജിയിൽ എത്തുകയും ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുകയും അതിനുശേഷം ഡീകമ്പോസ് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാറ്റലിസ്റ്റ് ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ ഇവയുടെ ആക്ടിവേഷൻ എനർജിയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും റിയാക്റ്റൻറ്റിൻ്റെ എനർജിയേക്കാൾ ഒരുപാട് കൂടുതലായിട്ടുള്ള ഒരു ആക്ടിവേഷൻ എനർജിയാണ് അല്ലേ? എന്നാൽ ഈ ഒരു സെയിം കെമിക്കൽ റിയാക്ഷനിൽ നമ്മളൊരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെന്നിരിക്കട്ടെ, എന്ത് മാറ്റമാണ് സംഭവിക്കുകയെന്ന് നോക്കൂ. ഇവിടെ നമ്മളൊരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് നമ്മൾ പറഞ്ഞു, കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുമെന്ന്. എന്താണ് അതിന് കാരണം? ഇവിടെ കാറ്റലിസ്റ്റുകൾ ആക്ടിവേഷൻ എനർജി ബാരിയർ കുറച്ചൊന്ന് താഴ്ത്തുന്നതിന് സഹായിക്കുന്നു. അതായത് കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ അവയ്ക്ക് അത്രയധികം ആക്ടിവേഷൻ എനർജി എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സുകൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റിയാക്ടൻ മോളിക്യൂൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അവർക്ക് മാക്സിമം എത്തേണ്ട ആക്ടിവേഷൻ എനർജി നോക്കൂ. ഈ പോയിന്റും കാറ്റലിസ്റ്റ് ഇല്ലാത്തപ്പോഴുള്ള ആക്ടിവേഷൻ എനർജി തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പറയാം കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് ആൻ ഓൾട്ടർനേറ്റീവ് പാത്വേ ഓർ റിയാക്ഷൻ മെക്കാനിസം ഫോർ റെഡ്യൂസിങ് ദ ആക്ടിവേഷൻ എനർജി ബിറ്റ്വീൻ ദ റിയാക്ടൻ്റ് ആൻഡ് പ്രൊഡക്ട്സ്. ഇവിടെ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് തന്നെ ഇവ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പ്രൊഡക്റ്റ് ഫോർമേഷനും നടക്കുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇത്തരത്തിൽ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുവാനായിട്ട് ഇവ അല്ലെങ്കിൽ നമ്മുടെ കാറ്റലിസ്റ്റുകൾ സഹായിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നതിനായിട്ട് കാറ്റലിസ്റ്റുകൾ വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ആക്ടിവേഷൻ എനർജി കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, അക്കോർഡിംഗ് ടു അറീനിയസ് ഇക്വേഷൻ ആക്ടിവേഷൻ എനർജി കുറച്ചാൽ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടുന്നതിന് സഹായിക്കും. ഇങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റുകൾ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു കാറ്റലിസ്റ്റിൻ്റെ പങ്ക് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഒരു കാറ്റലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത്, ദ സ്മോൾ എമൗണ്ട് ഓഫ് കാറ്റലിസ്റ്റ് ക്യാൻ കാറ്റലൈസ് എ ലാർജ് എമൗണ്ട് ഓഫ് റിയാക്ഷൻസ്. ഒരുപാട് റിയാക്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് റിയാക്ടൻസ് ഉള്ള ഒരു റിയാക്ഷൻ ആണെങ്കിൽ പോലും
വളരെ കുറച്ച് എമൗണ്ട് കാറ്റലിസ്റ്റ് മതിയാവും ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാനായിട്ട്. അതായത് ക്വാണ്ടിറ്റി ഓഫ് കാറ്റലിസ്റ്റ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളത് കണ്ടു കഴിഞ്ഞു അല്ലേ? കാരണം റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായി മാറുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് കാറ്റലിസ്റ്റുമായി ചേർന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഡികമ്പോസ് ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്റ്റും വീണ്ടും കാറ്റലിസ്റ്റും ഉണ്ടാകുന്നത്. അവിടെ കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ചെറിയ എമൗണ്ട് കാറ്റലിസ്റ്റ് മതി ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നതിന്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ദ ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഫ്രീ എനർജി ഓഫ് എ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫ്രീ എനർജിയെ ഒരു കാറ്റലിസ്റ്റ് മാറ്റം വരുത്തുന്നില്ല. അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, റാദർ ഇറ്റ് ഹെൽപ്സ് ടു അറ്റൈനിങ് ദ ഇക്വിലിബ്രിയം മോർ ഫാസ്റ്റർ. ഒരു കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് കുറച്ച് വേഗത്തിൽ ആക്കുന്നു. എങ്ങനെയാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് വളരെ വേഗത്തിലാക്കുന്നത്? നമുക്കറിയാം ഒരു കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷനെയും അതോടൊപ്പം തന്നെ ബാക്ക്വേർഡ് റിയാക്ഷനെയും ഒരേ രീതിയിൽ ത്വരിതപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും ഒരേ രീതിയിൽ വേഗത കൂട്ടുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായി ഈ കാറ്റലിസ്റ്റ് സഹായിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ മാറ്റം വരുത്തുന്നില്ല. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട് വളരെ പെട്ടെന്നാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കാറ്റലിസ്റ്റ് സഹായിക്കുന്നു. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് കാറ്റലൈസസ് ദ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ബട്ട് നോട്ട് ദ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷനെ മാത്രമേ കാറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാത്ത ഒരു റിയാക്ഷനെ ഒരിക്കലും ത്വരിതപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാനായിട്ട് ഇത്തരം കാറ്റലിസ്റ്റുകൾ സഹായിക്കുന്നില്ല എന്ന് തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. കാറ്റലിസ്റ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. എന്താണ് ഈ ഹൈലി സ്പെസിഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ കെമിക്കൽ റിയാക്ഷനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ കണ്ടു പൊട്ടാസ്യം ക്ലോറൈറ്റിൻ്റെ ഡീകമ്പോസിഷൻ ഫാസ്റ്റർ ആക്കുന്നതിന് ഉപയോഗിച്ച കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. മാംഗനീസ് ഡയോക്സൈഡ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാറ്റലിസ്റ്റ് ആണ്. ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ ത്വരിതപ്പെടുത്തുന്നതിനാണ് മാംഗനീസ് ഡയോക്സൈഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അമോണിയയുടെ ഫോർമേഷൻ, നൈട്രജനും ഹൈഡ്രജനും ജോയിൻ ചെയ്തുകൊണ്ട് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷൻ, ആ റിയാക്ഷനെ ഹേബർ പ്രോസസ് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള റിയാക്ഷനിൽ സ്പോഞ്ചി അയണാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനിൽ വനേഡിയം പെൻഡോക്സൈഡാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഓരോ കെമിക്കൽ റിയാക്ഷനും സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. എ കാറ്റലിസ്റ്റ് നെവർ സ്റ്റാർട്ട്സ് എ റിയാക്ഷൻ വിച്ച് ഹാസ് നോ ടെൻഡൻസി ടു പ്രൊസീഡ്. കാറ്റലിസ്റ്റിന് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ത്വരിതപ്പെടുത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു റിയാക്ഷനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാനായിട്ട് ഇവയ്ക്ക് പ്രത്യേകിച്ച് കഴിവില്ല. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ റിയാക്ടൻ മോളിക്യൂൾസിന് മിനിമം ത്രഷോൾഡ് എനർജി ഉള്ള റിയാക്ടൻ മോളിക്യൂൾസ് മാത്രമേ കൊളൈഡ് ചെയ്യുകയും റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയുള്ളൂ. ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് ഇത്തരം കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് കൂട്ടുക എന്ന പ്രധാന കർത്തവ്യമാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കെമിക്കൽ റിയാക്ഷൻ തുടങ്ങി വയ്ക്കാനായിട്ട് കാറ്റലിസ്റ്റിന് പ്രത്യേകം റോളുകൾ ഒന്നും തന്നെയില്ല. ഇത്തരത്തിൽ പ്രധാനമായിട്ടും 6 സവിശേഷതകളാണ് കാറ്റലിസ്റ്റിൻ്റെ ഉള്ളത്.